السلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون رب اشرح لي صدري ويسر لي أمري വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും എപ്പോഴും എവിടെയും സദാ ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും അനുസരിച്ച് ജീവിതത്തെ സംശുദ്ധമാക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് പാപങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ഒന്ന് ഇബ്ലീസിന്റെ പാപമാണ്, രണ്ടാമത്തത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തെറ്റാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു ഈ രണ്ട് വിഷയങ്ങളും നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പിള്ളേയിൽ ആലോചിച്ചിട്ടുണ്ടോ, ഈ രണ്ട് പാപങ്ങളും വ്യത്യസ്തമായിരുന്നു. ഇബ്ലീസിന്റെ പാപം എന്തായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യണമെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാതിരുന്നു എന്നുള്ളതാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അബദ്ധം എന്തായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തു എന്നുള്ളതാണ്. ഈ രണ്ട് പാപങ്ങളിൽ ഏതാണ് ഗൗരവമേറിയത് എന്ന് പണ്ഡിത ലോകം ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ കൽപ്പിച്ച ആ ഒരു കർമ്മത്തെ നിരാകരിക്കലാണ്, ഒഴിവാക്കലാണ് കൂടുതൽ ഗൗരവതരം എന്നാണ്. ഏതായാലും രണ്ടും തെറ്റുകളാണെങ്കിലും ഒരു തെറ്റ് പശ്ചാത്തപിക്കപ്പെട്ടു, ഒരു തെറ്റ് പശ്ചാത്തപിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പശ്ചാത്താപവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഈ സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പോവുക, ഇനി നിങ്ങളുടെ വാസസ്ഥലം ഭൂമിയാണ്. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ഭൂമിയിലേക്ക് എത്തിയപ്പോ ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള ഒരു കലിമത്തിന്, ഒരു വാക്യത്തെ, ഒരു വചനത്തെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇട്ടുകൊടുത്തു എന്നാണ്. എന്നിട്ട് അത് മുഖേന ഫതാബ അലൈഹി, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അവൻ പുറത്തു കൊടുത്തു എന്നാണ്. എന്നിട്ട് ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു അവന്റെ സിഫത്ത് പറയാണ്, ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അവൻ അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് എങ്ങനെ ചെല്ലണം, അള്ളാഹുവിനോട് എന്ത് പറയണം, എങ്ങനെ ആരാധിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ മതം കൊണ്ട് ഉദ്ദേശിച്ചത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദ്യമായി എങ്ങനെ തൗബ ചെയ്യണമെന്ന് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തതുപോലെ, ആദ്യമായി തന്റെ തെറ്റിനെ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതുപോലെ, അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് അടുക്കുക, സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് സഞ്ചരിക്കുക എന്ന മാർഗനിർദ്ദേശത്തിന്റെ സമന്വയത്തെയാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വേറൊരു വാക്കും കൂടിയുണ്ട്, വാഗ്ദത്തം കൂടിയുണ്ട്. എന്താണ് വാഗ്ദത്തം? അല്ലാഹു പറയാണ്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ അവിടുന്ന് പോകുക, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ, കാലാകാലങ്ങളിൽ എന്റെ മാർഗദർശനം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നത് പോലെയാണ് ഖുർആനിൽ പറയുന്നതെങ്കിലും മനുഷ്യരാശിയോട് മുഴുവനുമായുള്ള അള്ളാഹുവിന്റെ സംസാരമാണ്. ഫമൻ തബിഅ ഹുദായി, ആര് എന്റെ മാർഗദർശനം പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടതുമില്ല, ദുഃഖിക്കേണ്ടതുമില്ല. ഇത് അള്ളാഹുവിന്റെ ഒരു വഅദയാണ്. ഈ വഅദയുടെ പൂർത്തീകരണം എന്നോണമാണ് കാലാകാലങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങളുമായി ഈ ഭൂമിയിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നത്. ആ പ്രവാചകന്മാർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത്, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്, എങ്ങനെ ചിന്തിക്കണം എന്നിങ്ങനെയുള്ള ജീവിതത്തിന്റെ സകലമാന രംഗത്തുമുള്ള മാർഗനിർദ്ദേശം അതത് സമുദായത്തിന് ആ നൽകപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുടെ സമന്വയമാണ് യഥാർത്ഥത്തിൽ മതം, ദീൻ എന്ന്. ദീനിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്?
ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുത്ത് ദീൻ എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാമാണ്. ഇസ്ലാം അല്ലാത്ത മതത്തെയൊന്നും അള്ളാഹു മതമായി അംഗീകരിക്കുന്നില്ല എന്നതാണ്. സൂറത്തുൽ ആല ഇമ്രാനിൽ അള്ളാഹു പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ ദീനായി സ്വീകരിക്കുകയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ ആഖിറത്തിൽ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുന്ന. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ അതെന്താണ്? ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ കൊണ്ട്, ദീനിനെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു എന്നാണ്. അള്ളാഹു പറയാൻ, അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു വലിയുല്ലദീന ആമനൂ, അവന്റെ മതത്തിൽ വിശ്വസിച്ച വിശ്വാസികൾക്ക് വലിയ മിത്രം അല്ലാഹു. യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അവൻ ചെയ്യുന്നത് എന്താണ്? ആ വിശ്വാസികളെ ദുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് ക്ഷണിക്കുകയാണ്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് ത്വാഗൂത്ത്, എന്നാൽ ഈ സത്യമതത്തിൽ അവിശ്വസിച്ചവരാകട്ടെ അവരുടെ ഔലിയാക്കൾ ആരാണ്? മിത്രങ്ങൾ ആരാണ്? ത്വാഗൂത്തുകളാണ്, ശൈത്താന്മാരാണ്. അവർ എങ്ങോട്ടാണ് അവരെ ക്ഷണിക്കുന്നത്? യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്, വെളിച്ചത്തിൽ നിന്നും അന്ധകാരത്തിലേക്കാണ് അവരവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, ആ അന്ധകാരത്തിന്റെ പര്യവസാനമാകട്ടെ നിത്യവാസത്തിന്റെ നരകവുമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത മാർഗദർശനമാണ്. ആ ദീൻ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഇസ്ലാം മാത്രമാണ്. ആ ഇസ്ലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരലാണ്, ദുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരലാണ്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അനീതിയിൽ നിന്ന് നീതിയിലേക്കും, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും, അസംസ്കൃതിയിൽ നിന്ന് സംസ്കാരത്തിലേക്കും മനുഷ്യനെ കൊണ്ടുവരലാണ് ദീൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ആ ഇസ്ലാം ഒന്നാമതായി ശ്രമിച്ചിട്ടുള്ള, നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള അന്ധത എന്ന്, ഒന്നാമതായി മനുഷ്യന് നൽകാൻ ശ്രമിച്ചിട്ടുള്ള വെളിച്ചം ഏതാണ് എന്ന് നാം പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്കിലൂടെ അതിന് നമുക്ക് മറുപടി കണ്ടെത്താൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുമ്പ് കടന്നു വന്ന സകല പ്രവാചകന്മാരും മാലോകരെ പഠിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ, ഉന്നതമായ, ഉദാത്തമായ, പവിത്രമായ വചനം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ലാ ഇലാഹ, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ലെന്നും അള്ളാഹുവിനോട് മാത്രമേ ആവശ്യങ്ങൾ അർത്ഥിക്കാൻ പാടുള്ളൂ എന്നും ആരാധനകൾ അവന്റെ മുന്നിൽ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നുമുള്ള മാർഗദർശനമാണ്, നൂറാണ്, വെളിച്ചമാണ് പരിശുദ്ധ ഇസ്ലാമിന് പ്രാഥമികമായി മാനവരാശിയുടെ മുന്നിൽ. ഇസ്ലാമിന് തുറന്നു കാട്ടാനുള്ള ഒന്നാമത്തെ അനീതിയും ഒന്നാമത്തെ അന്ധകാരവും ശിർക്ക് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1.5 ദശകത്തോളം മക്കയിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നതും പീഡനങ്ങളേറ്റതും അടിവാങ്ങിയതും കൂക്കുവിളികൾ ഏറ്റെടുത്തതും ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല സ്വന്തം കഴുത്തിലേക്ക് സ്വീകരിച്ചതുമെല്ലാം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അകക്കാമ്പ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അന്തസത്ത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവനെ പരിചയപ്പെടുത്തുന്നിടത്ത് അല്ലാഹ് പറഞ്ഞെന്താ അറിയോ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ അങ്ങ് അവർക്ക് പറഞ്ഞു കൊടുക്കണം നബിയെ, ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തവനാണ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ആവശ്യക്കാരൻ ആവശ്യങ്ങൾ അർത്ഥിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. ഫല്യസ്തജീബു ലി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുക. വൽയുമിനൂ ബി, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുക. ലഅല്ലഹും യർഷുദൂൻ, നിങ്ങൾ നേർമാർഗം പ്രാപിച്ചവരായേക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നിങ്ങളോട് സംസാരിക്കാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വെളിച്ചം എന്ന് പറയുന്നത് അവനെ കുറിച്ച് പരിചയപ്പെടുത്തലാണ്.
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാവിനെ തിരിച്ചറിയലാണ്, അള്ളാഹുവിനെ തിരിച്ചറിയൽ. അതിനേക്കാൾ വലിയൊരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വരാനില്ല. അള്ളാഹു നൂറുസ്സമാവാതി വൽ അർദ് യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അള്ളാഹു ആണ് ആകാശഭൂമികളുടെ പ്രകാശം. അവന്റെ പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴികാട്ടുകയും ആ പ്രകാശം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ റബ്ബ് ആരാണെന്ന് നമ്മൾ അറിയണം, നമ്മുടെ രക്ഷിതാവ് ആരാണെന്ന് നമ്മൾ അറിയണം. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാ യക്ഷിഫു സൂ വയജഅലു ലക്കും ഖുലഫാഉൽ അർദ് അഇലാഹും മഅല്ലാഹ്. വേദനിക്കുന്നവൻ പ്രയാസത്തിൽ കിടന്നുകൊണ്ട് വിളിക്കുമ്പോൾ അവന്റെ വിളിക്ക് ഉത്തരം നൽകുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ. അവന്റെ നെടുവീർപ്പുകളും വിശ്വാസങ്ങളും അറിയുന്ന, അവന്റെ മിടിക്കുന്ന കണ്ടനാടിയേക്കാൾ സമീപസ്ഥനായിരിക്കുന്ന അവന്റെ രക്ഷിതാവ്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക. അല്ലയോ മനുഷ്യരെ, മഹാനായ മാന്യനായ നിങ്ങളുടെ രക്ഷിതാവിനെ തൊട്ട് എന്താണ് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ശരിപ്പെടുത്തുകയും ചെയ്ത നിങ്ങളുടെ രക്ഷിതാവിനെ തൊട്ട് എന്താണ് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞത്? ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبره ثم إذا شاء أنشره كلا لما يقض ما أمره فلينظر الإنسان إلى طعامه. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വചനങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അവൻ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്, മനുഷ്യരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ആ റബ്ബിനെ നാം തിരിച്ചറിയുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക്, മതം കാണിക്കുന്ന യഥാർത്ഥ വെളിച്ചത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ലോകം മുമ്പൊരിക്കലും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. വലിയ വലിയ ട്രെയിലറുകളിൽ മനുഷ്യന്റെ മൃതദേഹം കൂട്ടമായി കൊണ്ടുപോയി ക്രമറ്റോറിയങ്ങളിൽ കത്തിച്ചു കൊണ്ടിരുന്ന ഒരവസ്ഥ ലോകത്ത് കഴിഞ്ഞുപോയി. മെഡിക്കൽ സയൻസും മനുഷ്യനുണ്ടാക്കിയ സകല സംവിധാനങ്ങളും തോറ്റു തുന്നമ്പാടി നിസ്സഹായനായി ഇനി എന്ത് എന്ന ചോദ്യത്തിന്റെ മുന്നിൽ പകച്ചു നിന്ന ഭരണാധികാരികളെയും വൈദ്യശാസ്ത്രത്തെയും ഞാനും നിങ്ങളും സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. അവിടെ നാം പച്ചയായി മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? മനുഷ്യന് പരിമിതിയുണ്ട്, മനുഷ്യന് പരിധിയുണ്ട്. എത്രമാത്രം കണ്ടുപിടുത്തങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഉത്തുംഗതയിൽ ചിറക് വിരിച്ചവൻ പറന്നാലും അവന്റെ സൃഷ്ടാവ് അവന്റെ ജീനിൽ, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ ഫിത്രത്തിൽ, അവന്റെ പ്രകൃതിയിൽ എഴുതി വെച്ച ആ പരിമിതി കടന്നൊരു പരിധി പോലും അപ്പുറത്തേക്ക് പോകാൻ അവനെ കൊണ്ട് കഴിയില്ല എന്നൊരായിരം തവണ സ്വന്തം അനുഭവം കൊണ്ട് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഞാനും നിങ്ങളും. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. വളരെ തുച്ഛമായ അറിവ് മാത്രമേ മാനവകുലത്തിന് നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന സൃഷ്ടാവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സാക്ഷ്യം പ്രായോഗിക തലത്തിൽ അംഗീകരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞു, നമ്മുടെ പരിധി നമ്മൾ അറിഞ്ഞു. നമ്മുടെ സകല സംവിധാനങ്ങളും ഉപയോഗിച്ചാലും നേരിടാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ മനുഷ്യന് വന്നെത്തുമെന്ന സത്യവും നമ്മൾ അറിഞ്ഞു. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നാം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഈ അടുത്ത കാലത്ത് വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് COVID-19 പോസിറ്റീവായി അദ്ദേഹം തുടക്കത്തിൽ ഒരു ആശുപത്രിയിൽ കടന്നു. അവിടുന്ന് ശരീരത്തിൽ ഓക്സിജൻ ലെവല് വളരെയധികം ഡ്രോപ്പായി. അവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അദ്ദേഹം പറയാണ് ICUലായിരുന്നു. മുഴുവൻ സമയവും ഓക്സിജന്റെ സപ്പോർട്ടോട് കൂടിയായിരുന്നു അദ്ദേഹം ദിവസങ്ങളോളം, ഏകദേശം 10-20 ദിവസങ്ങളോളം മുന്നോട്ട് പോയത്. ആ സമയം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ICUയിൽ ഉണ്ടായിരുന്ന 9ഓളം ആളുകൾ മരണപ്പെട്ടു. 9ഓളം ആളുകൾ, കാരണം COVID-19 തന്നെ 9ഓളം. അദ്ദേഹം പറയാണ്, ആ രംഗം ഒന്ന് കാണേണ്ടതായി. അതിന്റെ അകത്ത് ഒരാൾ മരിക്കും എന്ന് നഴ്സുമാർക്ക് ഉറപ്പാവുമ്പോ ഇനിയൊന്നും ചെയ്യാനില്ല, എന്തൊക്കെ ചെയ്തിട്ടും എത്ര ഓക്സിജൻ കൊടുത്തിട്ടും അയാളുടെ ശരീരത്തിലുള്ള ഓക്സിജൻ ലെവൽ എങ്ങനെ താണുകൊണ്ടേയിരിക്കും, വൈദ്യശാസ്ത്രത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവരൊരു ബോർഡ് കൊണ്ടത് മറക്കുന്നതാണ് ആ മനുഷ്യന്റെ ചുറ്റിലും. അതെന്തിനാണെന്നറിയോ? ബാക്കിയുള്ള രോഗികൾ ഈ മനുഷ്യന്റെ മരണവിപ്രാളം കാണരുത് എന്നുള്ളത് കൊണ്ടാണ്. മരണവിപ്രാളത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. വേർപാടാണെന്ന് അവൻ ഉറപ്പാവുമ്പോ
കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയുരഞ്ഞ് കണ്ണിന്റെ കൃഷ്ണമണി മുകളിലോട്ടുയർന്ന് തൊണ്ടയിൽ നിന്ന് ഗർഗർ എന്ന ശബ്ദമുണ്ടായി കൈകാലുകൾ കൂട്ടിപ്പിരിഞ്ഞ് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലേക്ക് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന ഭയാനകമായ രംഗം മറ്റുള്ളവർ കാണരുത് എന്നതുകൊണ്ട് ആ ബോർഡ് കൊണ്ട് മറക്കാൻ ആ ബോർഡ് നീക്കം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ അയാൾ മരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറയാണ് കോവിഡ് വന്ന് മരിച്ച ആളുടെ മൃതദേഹത്തിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് പിന്നെ മയ്യത്ത് സംസ്കരണമൊക്കെ ഉണ്ടാവുക. ആദ്യം ക്ലോറിൻ ഉപയോഗിച്ച് മുഴുവനായിട്ടും കഴുകും. എന്നിട്ട് പഞ്ഞി കൊണ്ട് കണ്ണും മൂക്കും വായും ശരീരത്തിലെ എല്ലാ ദ്വാരങ്ങളും വലിയ വലിയ പഞ്ഞികൾ കൊണ്ട് അടക്കും. എന്നിട്ടൊരു പ്ലാസ്റ്റിക് ബാഗിൽ പൊതിയും. ആ പ്ലാസ്റ്റിക് ബാഗ് വീണ്ടും ക്ലോറിൻ ഉപയോഗിച്ച് തുടക്കും. 3 തവണ പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ് അതിനുശേഷം ഒരു കറുത്ത ബാഗ് കൊണ്ടുവന്ന് അതിനുള്ളിലേക്ക് അടക്കും, അതിനുള്ളിലേക്ക് പൂട്ടി. അടുത്ത ബന്ധുക്കൾ മാത്രം വന്ന് കാണും. അവിടെ വെച്ച് മയ്യത്ത് നമസ്കരിക്കും. കുളിപ്പിക്കലില്ല, ജനാസ നമസ്കാരം ശരിയാം വിധമില്ല, പൊരുത്തം ചോദിക്കലില്ല, ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അവസാനം 10 അടി ആഴത്തിലേക്ക് ഖബർ കുഴിച്ചിട്ട് ഖബറിലേക്ക് വെക്കുമ്പോ ഉറ്റവരും ഉടയവരും ഇല്ലാതെ ആത്മമിത്രങ്ങളില്ലാതെ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ സ്നേഹിതന്മാരും നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളും നമ്മുടെ ആദർശ ബന്ധുക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒന്നുമില്ലാതെ നമ്മുടെ മയ്യത്ത് 10 അടി താഴ്ചയുള്ള ഖബറിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവിടെ കിടക്കുമ്പോ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ പ്രാർത്ഥന എന്താണെന്നറിയോ? പടച്ചോനെ, മരണം എല്ലാവർക്കും ഉണ്ടാവും, അത് സുനിശ്ചിതമാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയില്ല. പക്ഷേ നാഥ, എന്റെ മക്കൾക്ക് എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കഴിയാത്ത, എന്റെ ഭാര്യക്ക് എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കഴിയാത്ത, എന്റെ ആത്മ സുഹൃത്തുക്കൾക്ക്, എന്റെ സന്തത സഹചാരികൾക്ക്, എന്റെ പ്രസ്ഥാന ബന്ധുക്കൾക്ക് എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നീ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേ എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമേ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് ആ ICUവിന്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തു തന്നെയുണ്ട്, നീ എന്നോട് ചോദിക്ക്, ഉദ്ഊനി അസ്തജിബ് ലക്കും, നീ എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് മറുപടി നൽകാമെന്ന അള്ളാഹുവിന്റെ വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം നമുക്ക് മനസ്സിലാകുക. പ്രിയപ്പെട്ടവരെ, ഈ സമയത്താണ് അതാണ് യഥാർത്ഥ തിരിച്ചറിവും. അള്ളാഹുവിനെ തിരിച്ചറിയണം, സമീപത്ത് തന്നെ റബ്ബുണ്ട് എന്ന് തിരിച്ചറിയണം. ആ റബ്ബിനോട് പറയേണ്ടത് പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം എന്താണ്? ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണ് നിങ്ങൾക്കറിയോ? നമ്മുടെ റബ്ബിനെ തിരിച്ചറിയലാണ്. അവൻ എത്രമാത്രം സ്നേഹമുള്ളവനാണ് എന്ന് തിരിച്ചറിയലാണ്. യഥാർത്ഥത്തിൽ നമ്മിൽ പല ആളുകളും അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ആ നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ചു നോക്ക്. അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് നാളുകൾ എത്രയായി പ്രിയപ്പെട്ടവരെ? കുടുംബത്തിൽ ആരെങ്കിലും മരിക്കണം, നമ്മളൊന്ന് ആത്മാർത്ഥമായി കൈവക്കണമെങ്കിൽ, അല്ലെങ്കിൽ കച്ചവടം ഇനി ഒരിക്കലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഇല്ലാത്ത വിധം തകർന്നടിക്കണം, ഒന്ന് കൈവക്കി അള്ളാന്റെ മുന്നിൽ നമ്മൾ കരയണമെങ്കിൽ, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങളുണ്ട് എന്ന് ലാബ് റിപ്പോർട്ടുകൾ നമ്മുടെ കൺമുന്നിൽ തെളിയണം, നമ്മളൊന്ന് റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറ്റവരോ ഉടയവരോ രണ്ടാലൊന്നെന്ന അവസ്ഥയിൽ ICUവിലോ അല്ലെങ്കിൽ മാരകമായ രോഗം ബാധിച്ചോ കിടന്നു പോകണം, നമ്മളൊന്ന് റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായി കരയണമെന്നുണ്ടെങ്കിൽ, അല്ലെ? അല്ലാത്ത അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങള് വാരിക്കോരി ചൊരിഞ്ഞു തരുന്ന അവസ്ഥയിൽ അള്ളാഹിന്റെ മുന്നിൽ കൈനീട്ടിക്കൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാരി നിഅമതിക യാ റബ്ബി, അല്ലാഹുവേ, നീ എനിക്ക് നൽകിയ നിഅമത്തുകൾ നീ പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നൊരു പ്രാർത്ഥന നമ്മൾ ആരും നടത്തലില്ല എന്നതാണ് സത്യം പ്രിയപ്പെട്ടവരെ, അല്ലെ? അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ കഴിയണം, അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയണം. അള്ളാഹുവും നമ്മളും തമ്മിൽ ഒരു സിർ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു രഹസ്യ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. പ്രിയരെ, അള്ളാഹുവിനോട് അള്ളാഹുവിനോട് നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു സമയമോ അതിന് പ്രത്യേകമായ ഒരു സ്ഥലമോ അതിന് പ്രത്യേകമായ ഏതെങ്കിലും ഒരു ഇടമോ ആവശ്യമില്ല. എവിടെ നമ്മൾ തിരിഞ്ഞാലും തുവല്ലു വുജൂഹക്കും, എവിടെ തിരിഞ്ഞാലും അള്ളാഹുവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏത് സ്ഥലത്തും നമ്മുടെ അള്ളാഹുവിനോട് നമുക്ക് പറയാം, എവിടെ വെച്ചും റബ്ബിനോട് നമുക്ക് സംസാരിക്കാം, ഏത് സമയത്ത് വെച്ചും റബ്ബിനോട് നമുക്ക് സംസാരിക്കാം. അവനെ ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല, അവൻ അലസതയുണ്ടാവില്ല, അവന് മതിയുണ്ടാവില്ല. ഏത് സമയത്തും അള്ളാഹുവിനോട് നമുക്ക് കാര്യങ്ങൾ പറയാം, ഏത് സ്ഥലത്ത് വെച്ചും പറയാം.
പ്രിയപ്പെട്ടവരെ, ആ റബ്ബിനോട് പറയേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ എളുപ്പത്തിൽ സ്വീകരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിൽ ഒന്നാണ് ഫർള് ജമാഅത്തിന്റെയും ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും ഇടയിലുള്ള സമയം. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നമുക്ക് ഉത്തരം നൽകുന്ന സമയമാണ്. അതുപോലെ തന്നെ രാത്രിയുടെ 3-ാം യാമം, രാത്രിയുടെ 2/1 ഭാഗം കടന്നു പോയി കഴിഞ്ഞാൽ 3-ാമത്തെ യാമത്തിലേക്ക് കടന്നാൽ അള്ളാഹു ഏറ്റവും കൂടുതൽ അടിമകൾക്ക് അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന സമയമാണ്. അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് ചോദിക്കുന്നതാണ്, ആർക്കെങ്കിലും പാപമോചനം തേടാനുണ്ടോ എങ്കിൽ എന്നോട് തേടിക്കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. ആർക്കെങ്കിലും വല്ല ആവശ്യവും അർത്ഥിക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നടത്തി തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ആ സമയത്തിന്റെ വേറൊരു പ്രത്യേകത അറിയോ പ്രിയപ്പെട്ടവരെ? ആ സമയമാണ് മനുഷ്യൻ തന്റെ ഉറക്കത്തിന്റെ ഏറ്റവും അഗാധതയിലേക്ക് നീങ്ങുന്നത്. ഗാഢമായ നിദ്രയിലേക്ക് മനുഷ്യൻ നീങ്ങുന്നത് ആ സമയത്താണ്. അതൊരു വല്ലാത്ത സൈക്കോളജിയാണ്. കാരണം എന്താണെന്നറിയോ? വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാം രാവിലെ സുബഹ് നമസ്കാരത്തിന് കേൾക്കുന്ന ഒരു ആയത്തിന്റെ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅന. തതജാഫാ ജുനൂബുഹും, അതിന്റെ അർത്ഥം നിങ്ങൾ എടുത്തു നോക്ക്. തതജാഫ അവർ പറിച്ചെടുത്തു, ജുനൂബുഹും അവരുടെ ശരീരങ്ങൾ, അനിൽ മദാജിഇ അവരുടെ കിടക്കകളിൽ നിന്ന്, യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ പ്രതീക്ഷയോടെയും പേടിയോടെയും കൂടി അള്ളാഹുവിനെ വിളിക്കുന്നതിന് വേണ്ടി അവർ എണീച്ചു എന്നുള്ളതാണ്. ആ 3-ാമത്തെ യാമത്തിലുള്ള പ്രാർത്ഥനക്ക് വലിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ പവർ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ എന്തെന്ത് പ്രതിസന്ധികളെയും നീക്കം ചെയ്യാനുള്ള ശക്തി രാത്രിയുടെ 3-ാം യാമത്തിലുള്ള പ്രാർത്ഥനക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ നമസ്കാരത്തിൽ മുഴുകുന്ന സമയമാണത്. അള്ളാന്റെ റസൂൽ തന്റെ ആവശ്യങ്ങൾ റബ്ബിന്റെ മുന്നിൽ അർത്ഥിക്കുന്ന സമയമാണത്. ബദറിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഈ സമയത്താണ്. ആ സമയം ഒരിക്കലും നാം പാഴാക്കരുത്. ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നമ്മുടെ ആവശ്യങ്ങൾ ഈ ഒരു സമയത്ത് ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹുവിനോട് പറയാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ സ്വീകരിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 3 ആളുകളുടെ സംഭവം വിഷയമല്ലാത്തത് കൊണ്ട് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. 3 ആളുകൾ ഒരു ഗുഹയിൽ കുടുങ്ങിയ സംഭവം ഉണ്ടല്ലോ. എന്നിട്ട് അവരെങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്? അവർ ചെയ്ത ഓരോ കർമ്മങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ്. അതിന് അങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അതായത് അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്ന കർമ്മങ്ങൾ. അത് ഏതെങ്കിലും സംഘടനക്കാരെ ബോധ്യപ്പെടുത്താനോ സെക്രട്ടറിയും പ്രസിഡന്റിനെയും ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ കുടുംബക്കാരെ കാണിക്കാനോ നാട്ടുകാരെ കാണിക്കാനോ ഒന്നുമല്ല. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. ഇതൊരു വലിയ ആയുധമാണ്. കാരണം എന്താ അറിയോ? നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും വലിയ പ്രതിസന്ധികളിൽ അകപ്പെടുകയാണെങ്കിൽ ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം റൊക്കമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ എളുപ്പത്തിൽ സ്വീകരിക്കപ്പെടാൻ ഒരുപാട്, ഞാൻ പറയുന്നത് നമ്മുടെ റബ്ബിനെ നാം തിരിച്ചറിയലാണ് നാം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ വെളിച്ചം പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ തിരിച്ചറിവ് അത് തന്നെയാണ്. ഏറ്റവും വലിയ മോചനവും അത് തന്നെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് എന്ത് മോചനമുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് സമാധാനത്തോടെ കഴിയുന്നതിനേക്കാൾ വലിയൊരു മോചനം വേറെ എന്താണുള്ളത്? ഞാൻ പറയുന്നത് മതം ക്ഷണിക്കുന്ന ഏറ്റവും വലിയ വെളിച്ചം എന്ന് പറയുന്നത് റബ്ബാണ്. അള്ളാഹുവിനെ തിരിച്ചറിയലാണ്, നാഥനെ തിരിച്ചറിയലാണ്, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാർത്ഥമായ രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ ഇസ്ലാമിനുള്ള പ്രത്യേകത എന്താണ്? ഇസ്ലാം ഒരു ജീവിത രീതിയാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, സാമ്പത്തിക മേഖലകളിൽ എങ്ങനെയെല്ലാം ആയിരിക്കണം ഒരു മുസ്ലിം എന്ന് വ്യക്തമായി പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുടുംബ ജീവിതത്തെ കുറിച്ച് ഒരുപാട് നമുക്ക് സംസാരിക്കണമല്ലോ. പരിശുദ്ധ ഇസ്ലാം എങ്ങനെ ഒരു മകനായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു ഉപ്പ എങ്ങനെയായിരിക്കണം, ഒരു ഉമ്മ എങ്ങനെയായിരിക്കണം എന്നെല്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നതാണ് സത്യം. ഈ വിട്ടുകളഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു സംഗതി എന്ത് ചെയ്തിട്ടില്ല? പരിശുദ്ധ ഇസ്ലാം വിട്ടുകളഞ്ഞിട്ടില്ല. A to Z വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നതാണ് സത്യം. മാതാപിതാക്കളോടുള്ള കടമ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 125
ആർട്ടിക്കിൾ 125 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് കേസിന് പോകാം, ലിറ്റിഗേഷന് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിലവിലുള്ള പ്രധാന മുഖ്യധാര മതഗ്രന്ഥങ്ങൾ മുഴുവനും എടുത്ത് പരിശോധിച്ചാലും മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് കൃത്യമായി വ്യക്തമായി സംസാരിക്കുന്ന ഒരു ഗ്രന്ഥത്തെ നമുക്ക് കാണാൻ കഴിയില്ല ഖുർആൻ അല്ലാതെ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉമ്മാനോടും വാപ്പാനോടുള്ള കടമയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് സംസാരിച്ചത് ഒരു മനുഷ്യന്റെ മനഃശാസ്ത്രം ഏറ്റവും അടിയിൽ നിന്ന് മനസ്സിലാക്കിയ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുള്ളത്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എപ്പോഴാണ് മക്കളുടെ താങ്ങും തണലും മാതാപിതാക്കൾക്ക് ആവശ്യമായി വരുന്നത്? എല്ലുകൾ ദുരുമ്പിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് പിച്ചും പേയും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വലിച്ചെറിയപ്പെടും ജീവിതത്തിന്റെ സായാഹ്നത്തിൽ. ആ സമയത്താണ് മാതാപിതാക്കൾക്ക് മക്കളുടെ താങ്ങും തണലും ആവശ്യമായി വരുന്നത്. അവിടെയാണ് അള്ളാഹു പറഞ്ഞത് ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ നിന്റെ അടുത്തുണ്ടെങ്കിൽ അവരോട് ചേ എന്ന വാക്ക് പോലും നീ പറഞ്ഞു പോകരുത്. ചേ എന്ന വാക്ക് നീരസത്തിന്റെ, ഒരു ഇഷ്ടക്കേടിന്റെ വാക്ക്. ചേ എന്ന് പറഞ്ഞാൽ അത് വലിയ ഭയാനകമായ തെറ്റൊന്നല്ല, ഒരു ഇഷ്ടക്കേട്, ചെറിയൊരു അനിഷ്ടം. ആ അനിഷ്ടം പോലും അവരോട് പറഞ്ഞു പോകരുത്. അവരോട് വളരെ മാന്യമായ സംസാരം മാത്രം നീ സംസാരിക്കണം. റഹ്മത്തിൽ നിന്നുള്ള കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് വിരിച്ചു കൊടുക്കുകയും ചെയ്യണം. താഴ്മയുടെ ചിറകുകൾ നീ അവർക്ക് വിരിച്ചു കൊടുക്കുകയും ചെയ്യണം. എന്നിട്ട് അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ സംരക്ഷിച്ചതുപോലെ അവരെ നീ സംരക്ഷിക്കണേ എന്നാണ് അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും വേണം. ആ പ്രാർത്ഥന കേവലം നാവിന്റെ ചലനം മാത്രമാവരുത്, ഇവിടുന്ന് വരണം, ഹൃദയത്തിന്ന് വരണം ആ ദുആ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോടുള്ള കടമ, അവർ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെ, അവരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ വർത്തിക്കണം, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഹൃദയം കൊണ്ട് അവരോട് എങ്ങനെയായിരിക്കണം എന്ന് പോലും പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് എഴുതി കാണിച്ചു തന്നു എന്നുള്ളതാണ്. വ്യക്തമായ വെളിച്ചം കുടുംബജീവിതത്തിന്റെ വിഷയത്തിൽ നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹജ്ജിന്റെ സമയമായി കഴിഞ്ഞാൽ, ഉംറയുടെ ഒക്കെ സമയമായി കഴിഞ്ഞാൽ അവിടെ ഹറമിന്റെ പുറത്തൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. എന്നിട്ട് ചില ആളുകളെ കാണുമ്പോൾ അദ്ദേഹം മിഹ്റാമിന്റെ തുണി ഇങ്ങനെ മാറ്റി നോക്കുമായിരുന്നു. ആളുകൾ ചോദിച്ചു, എന്താ കാരണം? ഉവൈസുൽ ഖർണിയെ കാണുന്നതിന് വേണ്ടിയാണ്. ആരാണ് ഉവൈസുൽ ഖർണി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, യമനിൽ നിന്ന് വരുന്ന മുതുകിൽ പുറംഭാഗത്ത് നാണയത്തിന്റെ വലുപ്പത്തിൽ പാണ്ടുള്ള ഉവൈസുൽ ഖർണിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്റെ സലാം അദ്ദേഹത്തിന് അറിയിക്കണം. കാരണം മാതാവിന്റെ തൃപ്തി നേടിയെടുത്ത സ്വർഗവാസിയായ മകനാണ് അയാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം മാതാവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിന്, പിതാവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, മാതാവിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഭാര്യയോട് എങ്ങനെയാവണം, ഏത് രീതിയിലാണ് ഭാര്യയോട് വർത്തിക്കേണ്ടത്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള വിവാഹം, ആ വിവാഹ സമയത്ത് നടന്ന ഒരു സുന്ദരമായ രംഗമുണ്ട്. ആ രംഗം എന്താണെന്നറിയോ? സഫിയ റളിയല്ലാഹു അൻഹു കുറച്ച് കുറുന്നിട്ടാണ്, കുറച്ച് നീളം കുറവാണ്. അങ്ങനെ അവർ ഒട്ടകപ്പുറത്തേക്ക് കയറാൻ വേണ്ടി താഴെ ഇരുന്നു കൊടുത്തു. റസൂലുള്ള ചുമല് കാണിച്ച് ഇരുന്നു കൊടുത്തു എന്നാണ്, മുട്ട് വെച്ചിട്ട് ചുമല് കാണിച്ച് ഇരുന്നു കൊടുത്തു എന്നാണ്. ആ സമയം സഫിയ റളിയല്ലാഹു അൻഹു തന്റെ കാല് കൊണ്ട് പ്രവാചകന്റെ മുട്ടും ചുമലും ചവിട്ടാതെ ആ കാല് മടക്കിയിട്ട് കാലിന്റെ മുട്ടുഭാഗം വെച്ചുകൊണ്ട് പ്രവാചകന്റെ മുട്ടിൽ ചവിട്ടി ചുമലിൽ ചവിട്ടി കയറി എന്നുള്ളതാണ്. ഇവിടെ എന്താണ് റസൂലും സഫിയ റളിയല്ലാഹു അൻഹും പഠിപ്പിച്ചിരുന്നതെന്നറിയോ? മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, പരസ്പരമുള്ള ബഹുമാനമാണ്. തന്റെ ഭാര്യയുടെ മുന്നിൽ ഇരുന്നു കൊടുക്കാൻ, അവൾക്ക് ചവിട്ടാൻ തന്റെ ഷോൾഡർ കാണിച്ചു കൊടുക്കാൻ ഒരു ഭർത്താവ് തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാവുന്ന ഭർത്താവിനെ ബഹുമാനക്കേട് കാണിക്കാതെ, അദ്ദേഹത്തിനുള്ള റെസ്പെക്ട് കൊടുത്തുകൊണ്ട്, തന്റെ കാൽപാദം കൊണ്ട് ചവിട്ടാതെ തന്റെ കാൽമുട്ട് കൊണ്ട് ചവിട്ടിക്കേറിയ ഒരു ഭാര്യ, അവിടെ പരസ്പരം ആ ഭാര്യയും ഭർത്താവും കാണിച്ചു തരുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്.
ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു മകൻ എങ്ങനെയാവണം, ഒരു ഉപ്പാപ്പ എങ്ങനെയാവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? ഒരു ഉപ്പാപ്പ എങ്ങനെയാവണം? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ തോളത്തിരുത്തിക്കൊണ്ട് ആന കളിക്കുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉപ്പാപ്പ എങ്ങനെയാവണം, ഒരു ഉപ്പ എങ്ങനെയാവണം? ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് നൽകിയ സാരഗർഭമായ ഉപദേശങ്ങളിലൂടെ ഒരു വാപ്പ എങ്ങനെയായിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കുടുംബ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധ ഇസ്ലാം വെളിച്ചം വീശിയിട്ടുണ്ട്. എന്താകണം, എന്താകരുത് എന്ന് വളരെ വ്യക്തമായി ഇസ്ലാം വരച്ച് കാണിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക്. കുടുംബജീവിതത്തിന്റെ വിഷയത്തിൽ, സാമൂഹ്യ ജീവിതത്തിന്റെ വിഷയം നിങ്ങൾ എടുത്തു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ സാമൂഹ്യ ജീവിതം എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമൂഹ്യമായി എത്രമാത്രം സോഷ്യൽ അക്സെപ്റ്റൻസ് ഉള്ള ആളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒറ്റ ഉദാഹരണം മാത്രം മതി. എന്താണ് ആ ഉദാഹരണം? വർഷങ്ങൾക്ക് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ഒന്ന് ബാങ്ക് വിളിച്ചപ്പോ ആ ബാങ്ക് കേട്ട വിശ്വാസികളിൽ ഒരാൾ പോലും കരയാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരാളുടെ കണ്ണ് നിറയാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ആ ബാങ്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ അദ്ദേഹം മോഹാലസ്യപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. എത്രമാത്രം താൻ ജീവിച്ച സമുദായം തന്നെ അക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നതിന് ഉദാഹരണമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ കുറിച്ച് ശത്രുക്കൾ പോലും ചതിയൻ എന്ന് പറഞ്ഞിട്ടില്ല, വഞ്ചകൻ എന്ന് പറഞ്ഞിട്ടില്ല, താൻ തോന്നി എന്ന് പറഞ്ഞിട്ടില്ല. ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ അനുയായികൾ വളരെ കൃത്യമായി അത് അനുധാവനം ചെയ്തു എന്നതാണ് സത്യം. ഒരു മുസ്ലിമിനെ അയൽവാസിയായി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ കാലഘട്ടത്തിൽ ആളുകൾ കണക്കാക്കിയിരുന്നത്. വലിയ ഭാഗ്യമായിട്ട് കേരളത്തിൽ ഇത്രമാത്രം, ഇന്ത്യയിലടക്കം ഇത്രമാത്രം സ്വീകാര്യത ഇസ്ലാമിന് ലഭിക്കാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികളിലൂടെ ദീന് പഠിച്ച താബിഈങ്ങളുടെയും സ്വഹാബികളുടെയും പ്രബോധനം ഇവിടെ വന്നതാണ്. അവരുടെ സാമൂഹ്യമായ പെരുമാറ്റമായിരുന്നു, അവരുടെ സത്യസന്ധതയായിരുന്നു, അവരുടെ സ്നേഹവും അവരുടെ അനുകമ്പയും അവരുടെ ആർദ്രതയുമായിരുന്നു യഥാർത്ഥത്തിൽ മേലാളന്മാരുടെയും മേൽജാതിക്കാരുടെയും മാട്ടും തുപ്പും കേട്ടുകൊണ്ടിരുന്ന കീഴ്ജാതിക്കാരെ കൂട്ടമായി ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം എന്തായിരിക്കണം എന്ന് വളരെ കൃത്യമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രീതിയിൽ വളരെ കൃത്യമായി ഇസ്ലാം വെളിച്ചം വീശിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ മേഖലയിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഖത്താബിന്റെ മകൻ ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന് ആ കാലഘട്ടത്തിലെ സമകാലികരായ ആളുകൾ പറഞ്ഞു പരിഹസിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് ആരായി എന്നറിയും നിങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പുകഴ്ത്തി പറയാത്ത ആരാണ്? ഏത് എഴുത്തുകാരനാണത്? അഞ്ചു വരെ അദ്ദേഹത്തിന്റെ ഭരണത്തിന് താൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ക്ഷാമം പിടിപെട്ടു. മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ശരിക്ക് ഭക്ഷണമില്ലാതെ ആളുകൾ മരിക്കുന്ന അവസ്ഥ വരെ എത്തി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എന്റെ കയ്യിൽ ഈ മദീനയുടെ മുസ്ലിങ്ങളുടെ നാശത്തിന് നീ വരുത്തരുതേ എന്ന് ആത്മാർത്ഥമായി ആ ഭരണാധികാരി പ്രാർത്ഥിച്ചു. മാത്രമല്ല, രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് റൊട്ടിയും നെയ്യും വെച്ചു കൊടുക്കുമ്പോ അദ്ദേഹം അത് അങ്ങോട്ട് മാറ്റിവെച്ചു. എന്നിട്ട് പറഞ്ഞു, മദീനയിലെ ക്ഷാമം മാറുന്നത് വരെ, മദീന സാധാരണക്കാർ റൊട്ടിയും നെയ്യും കഴിക്കാൻ പ്രാപ്തരാവുന്നത് വരെ ഉമർ ഇത് കഴിക്കുകയില്ല. ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം മാത്രമേ ഉമർ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഉമർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ഇസ്ലാം സംഭാവന. മാത്രമല്ല, നിങ്ങൾക്കറിയോ, രാത്രി വളരെ കുറച്ച് മാത്രമേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറങ്ങിയിരുന്നുള്ളൂ. നടത്തമായിരുന്നു. ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച്, പ്രജകളുടെ നിജസ്ഥിതി അന്വേഷിച്ച് അദ്ദേഹം നടക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം നടന്ന് വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങി. മൂന്നാമത്തെ യാമത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിലും തസ്ബീഹിലും തഹ്ലീലിലുമായി അദ്ദേഹം കൂടുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ അദ്ദേഹം പല ഭാഗങ്ങളിലും തന്റെ ഭരണപ്രദേശത്തുള്ള പല മരത്തണലുകളിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൈ തലയണയാക്കി കിടന്നുറങ്ങിയിരുന്നു എന്നുള്ളതാണ്. പേർഷ്യയും റോമൊക്കെ കീഴടങ്ങിയതിനു ശേഷം അവിടെ നിന്നുള്ള ദൂതന്മാർ ഖലീഫ ഉമറിനെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വരും. അങ്ങനെ മദീനയിൽ വന്നിട്ട് മദീനയിൽ കാണുന്ന ആളുകൾ ചോദിക്കും, എവിടെ അമീറുൽ മുഅ്മിനീൻ, എവിടെ രാജാവ് എന്ന് ചോദിക്കുമ്പോ ആ രാജാവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് സാധാരണക്കാരെ. എവിടെ
ഈ മരത്തണലിൽ സ്വന്തം കൈവെള്ളയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്, ഖലീഫ ഉമറിന്റെ അടുത്തേക്ക്, ഉമർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ, ഖുലഫാഉർ റാഷിദീൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ സംഭാവന, രാഷ്ട്രീയ മേഖലയിൽ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ കഴിയും. സാമ്പത്തിക മേഖലയിൽ ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിട്ടുണ്ട്. കച്ചവടം മുസ്ലിം എങ്ങനെയായിരിക്കണം, എന്നെല്ലാം കൃത്യമായി പറഞ്ഞ് വെച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം. ആ മേഖലയിലെല്ലാം വളരെ കൃത്യമായി വെളിച്ചം വീശിയിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ ഇസ്ലാമിന്റെ വിപ്ലവം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏത് മതമാണ് ഈ ഏതെങ്കിലും കുറച്ചാളുകളുടെ കയ്യിൽ മാത്രം ഒതുങ്ങിക്കൂടരുത് സമ്പത്ത് സഞ്ചരിക്കേണ്ടവയാണ് എന്ന തത്വമാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് സമ്പന്നന്റെ സമ്പാദ്യത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ടാണ് ആ 2.5% എന്ന് പറയുന്നത് എന്റെ ഔദാര്യമല്ല, അന്യന്റെ അവകാശമാണ്, പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ ഭരണാധികാരികൾക്ക് അവകാശമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ മര്യാദകൾ ഒരു മുസ്ലിം പാലിക്കണമെന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ മേഖലയിലും, ജെൻഡർ മേഖലയിൽ, ജെൻഡർ ഇക്വാലിറ്റിയുടെ മേഖലയിലാണെങ്കിൽ, സ്ത്രീ പുരുഷ സമത്വത്തിന്റെ മേഖലയിലാണെങ്കിൽ പരിശുദ്ധ ഇസ്ലാം അവിടേക്കും വെളിച്ചം വീശിയിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അപമാനം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിക്കുന്നതാണ്. ആ പെൺകുട്ടി ജനിച്ചാൽ പല ആളുകളും കുഴിച്ചു മൂടുമായിരുന്നു. അതിന് സമൂഹം ഒരു എതിർപ്പും പറയുകയില്ലായിരുന്നു. പെൺകുട്ടി ജനിക്കുക എന്നത് ഒരു പ്രിവിലേജ് അല്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റം അപമാനം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു. ആ സമയത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജനനത്തിന്റെ സമയത്ത് മറ്റു മക്കളെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫാത്തിമത്തു ഖിത്അതു ഖൽബി. ആ പെൺമക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായത് പെൺമക്കളാണ്. ആ പെൺമക്കളെ സുന്ദരമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തി സമുദായത്തിന്റെ മധ്യത്തിൽ കാണിച്ചു കൊടുക്കുന്നത് ആ സമയത്താണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പരിശുദ്ധ ഇസ്ലാം വെളിച്ചം വീശിയിട്ടുണ്ട്, വ്യക്തമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്, സുവ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഒരു മുസ്ലിമിന് നൽകിയിട്ടുണ്ട്. ഒരു മേഖലയും ഇസ്ലാം വ്യക്തമാക്കാതെ വിട്ടുകളഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. വിശ്വാസപരമായ കൃത്യത ഇസ്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബപരമായി ഒരു മുസ്ലിം എങ്ങനെയാവണം, രാഷ്ട്രീയപരമായ ഒരു മുസ്ലിം എങ്ങനെയാവണം, സാമൂഹ്യപരമായ ഒരു മുസ്ലിം എങ്ങനെയാവണം, വ്യക്തി ജീവിതത്തിൽ ഒരു മുസ്ലിം എത്രമാത്രം ശുദ്ധമാവണം എന്നെല്ലാം പരിശുദ്ധ ഇസ്ലാം നമുക്ക് വളരെമായി വെളിച്ചം വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വ്യക്തമായ വെളിച്ചം നമുക്ക് ആ വിഷയത്തിലെല്ലാം തന്നിട്ടുണ്ട്. അതിനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു വലിയുൽ ലദീന ആമനൂ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അന്ധകാരത്തിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന്, അനീതിയിൽ നിന്ന്, അസംസ്കൃതിയിൽ നിന്ന് വെളിച്ചത്തിലേക്കും നീതിയിലേക്കും സംസ്കാരത്തിലേക്കും ധർമ്മത്തിലേക്കും തിരിച്ചറിവിലേക്കും കാരുണ്യത്തിലേക്കും വാത്സല്യത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ നയിക്കുന്നു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളിലൂടെയാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ, അവരാകുന്ന സ്വർഗവാസികൾ, അവർക്കാകുന്ന സ്വർഗമുള്ളത്, അവർ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രമാണബദ്ധമാണെങ്കിൽ പകർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിനെ യഥാർത്ഥ രീതിയിൽ പഠിക്കുവാനും ആ യഥാർത്ഥ രീതിയിൽ ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥ, ഞങ്ങളെ ബാധിച്ച ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് നീ ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാഹ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും നാടുകളിലും ജനജീവിതം സാധാരണഗതിയിലാക്കണേ റബ്ബെ. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് മാനവകുലത്തിന് നീ സംരക്ഷണം നൽകണേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين وآخر دعوانا أن الحمد لله رب العالمين.